അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞെട്ടിത്തരിക്കുന്ന, പേടിപ്പെടുത്തുന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കാണണം. വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യ മരിക്കുന്നു, ഇന്ത്യയുടെ ഭരണഘടന നശിക്കുന്നു, ജനാധിപത്യം തകർന്ന് തരിപ്പണമാകുന്നു. നമ്മൾ ഉണർന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നായി ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്തപ്പോഴും പ്രസംഗത്തിലും എല്ലാം ഇതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ദുർഭൂത ശക്തികൾ ഇന്ത്യയെ പിടിച്ചടക്കുന്നു. ഈ വീഡിയോക്കൊപ്പം ഞാൻ ചേർക്കുന്ന ഇതെല്ലാം നിങ്ങൾ മൊത്തമായി കാണണം, പ്രതികരിക്കണം. ഇനിയും നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, ഇനിയും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഇന്ത്യ മരിക്കും, ജനാധിപത്യം മരിക്കും, ഇന്ത്യൻ ഭരണഘടന നശിക്കും. ഈ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചിന്തിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. നമുക്കും നമ്മുടെ വരാൻ പോകുന്ന തലമുറക്കും വലിയ വിഷമമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഞാനൊരു അഭിപ്രായം പറയുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്രാവശ്യമെങ്കിലും ഒന്നിച്ചു നിന്ന് കോൺഗ്രസിനെ വിജയിപ്പിക്കുക, ഇന്ത്യൻ മുന്നണിയെ വിജയിപ്പിക്കുക, ഒരുമിച്ച് എല്ലായിടത്തും. പക്ഷേ കേരളത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഉത്ബുദ്ധരാണ്, വളരെ കുറഞ്ഞ ശക്തികൾ ഒഴിച്ച്. പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ ഭീതിപ്പെടുകയാണ്. ബാലറ്റ് പേപ്പർ തിരിച്ചു വരാത്ത കാലത്തോളം, EVM മെഷീൻ ഉണ്ടാകുന്ന കാലത്തോളം ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഇനിയും ഒരു ഭരണം വരികയാണെങ്കിൽ, ഈ ഭരണം തുടർന്ന് വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഭീതിയോടുകൂടെയാണ് നാം ഓരോരുത്തരും കാണേണ്ടത്. നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ, അഭിമാനത്തോടെ പറയേണ്ട നമ്മുടെ ഇന്ത്യ, നമ്മൾ ജനിച്ച ഈ മണ്ണ്, ഈ ഭാരതം നശിച്ചു പോകാൻ പാടില്ല. എല്ലാവരും ഞാൻ ഇടുന്ന വീഡിയോ, ഇതിനോടൊപ്പം ചേർക്കുന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കേൾക്കണം. ഇതൊന്ന് കേട്ടു നോക്കൂ. ഓരോ ഇന്ത്യക്കാരനും ഇത് അറിഞ്ഞിരിക്കണം, അറിഞ്ഞേ പറ്റൂ. നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നെറികെട്ട കളി ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ തലച്ചോർ, ഹൃദയം, ആത്മാവ് എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഭരണഘടനയിൽ കൈവയ്ക്കാൻ പോവുകയാണ് BJP. അതിനാവശ്യമായ 2/3 ഭൂരിപക്ഷം ലോക്സഭയിൽ BJPക്ക് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDAക്ക് ജനങ്ങൾ കൊടുത്ത സീറ്റ് വെറും 293 ആണ്. അതായത് ഇപ്പോഴുള്ള 293 സീറ്റ് 362 ആയി വർദ്ധിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഭരണഘടനയിൽ തൊടാൻ പറ്റൂ. ആ 362 സീറ്റുകൾ നേടിയെടുക്കാനുള്ള നെറികെട്ട കളികൾ BJP തുടങ്ങിക്കഴിഞ്ഞു. ഒന്നാമത്, തൃണമൂൽ കോൺഗ്രസിന്റെ 28 MPമാരുള്ളതിൽ 20 പേര്, അതായത് 2/3 പേരും ഒരുമിച്ച് പാർട്ടി മാറിയിരിക്കുന്നു. ഇങ്ങനെ 2/3 പേർ ഒരുമിച്ച് പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിൽ ലയിക്കുകയാണെങ്കിൽ കൂറുമാറ്റ നിയമം ബാധകമാകില്ല എന്ന് ചില നിയമവിദഗ്ധർ പറയുന്നുണ്ട്. ഈ 20 പേര് ചേർന്നത് ഇന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാർട്ടിയിലാണ്, നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ. NDAയുമായി ചേർന്ന് നിൽക്കുന്ന ഈ ചെറിയ പാർട്ടിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 20 MPമാർ ചേരുന്നതോടെ NDAയുടെ അംഗസംഖ്യ 293 നിന്ന് 313 മാറും. ഈ നെറികേടിന്റെയൊക്കെ പേരും ജനാധിപത്യം എന്നാണ് കേട്ടോ. ജനങ്ങൾ ഇപ്പോഴും പഴയതുപോലെ കോമാളികൾ തന്നെ. അടുത്തത്, ഉദ്ധവ് താക്കറെയുടെ കൂടെ ഉണ്ടായിരുന്ന 9 MPമാരിൽ 6 പേര് NDAയോടൊപ്പം നിൽക്കുന്ന ഏകനാഥ് ഷിൻഡെയുടെ കൂടെ പോയിട്ടുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 2/3 പേര് പോയതിനാൽ കൂറുമാറ്റ നിയമം ബാധകമല്ല. ജനങ്ങൾ വീണ്ടും കോമാളി. അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് പാർട്ടികൾ മാറി കളിക്കുന്നു. ഇതും കൂടെ ചേരുമ്പോൾ NDAയുടെ സീറ്റ് 319 ഉയർന്നു. ഒരു തിരഞ്ഞെടുപ്പും വേണ്ട, കൂറുമാറ്റ നിയമങ്ങൾ വെറും നോക്കുകുത്തി. ഇപ്പോൾ പണച്ചാക്കുമായിട്ട് അവർ പോയിരിക്കുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. 37 MPമാരുള്ള സമാജ്വാദി പാർട്ടിയിലെ MPമാർക്ക് കൂറുമാറ്റ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പാർട്ടി മാറാൻ കുറഞ്ഞത് 25 പേരെങ്കിലും പാർട്ടി മാറണം. അതും ഉടനെ തന്നെ നടക്കും കേട്ടോ. അതും കൂടെ നടന്നു കഴിയുമ്പോൾ NDAയുടെ അംഗബലം ഏതാണ്ട് 345 ഉയരും. പിന്നെ അവർക്ക് ഭരണഘടനയിൽ തിരുത്തൽ വരുത്താനുള്ള മാജിക് നമ്പറായ 362 എത്താനായിട്ട്
വേണ്ടത് വെറും 17 എംപിമാരായിരിക്കും. ആ 17 കിട്ടാൻ വലിയ പാടില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുമായി പിണങ്ങി നിൽക്കുന്ന DMKക്ക് 22 എംപിമാരുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ വിൽക്കപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന എത്രയോ കോൺഗ്രസ് എംപിമാരുണ്ടാവും. 3-2 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരും. BJP ശക്തി കേന്ദ്രങ്ങളായ ഉത്തരേന്ത്യയിൽ ജനസംഖ്യ കൂടുതൽ എന്ന കാരണം പറഞ്ഞ് അവിടെ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കൂട്ടും. അതായത് ഇപ്പോഴുള്ള 550 സീറ്റിൽ നിന്ന് 850 സീറ്റായി ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കും. കാരണം അടുത്ത തവണ BJPക്ക് ജയിക്കാൻ ഈ മാറ്റം അനിവാര്യമാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. ജനസംഖ്യ ഗണ്യമായി കുറച്ച് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നിലനിന്ന മലയാളികളും മറ്റു ദക്ഷിണേന്ത്യയിലെ ജനങ്ങളും വായിൽ വിരലുമിട്ടിരിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ MP സീറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ അതിനാനുപാതികമായി ദക്ഷിണേന്ത്യയിൽ കൂടില്ല. കാരണം ഇവിടെ ജനസംഖ്യ വർദ്ധിച്ചിട്ടില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൈലും ചെയ്യാൻ പറ്റില്ല. ഫെഡറലിസം ഒരു അടിമത്തത്തിലേക്ക് വഴിമാറും. വേറെ എന്തിലൊക്കെ അവർ കൈവയ്ക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. സംവരണം, പൗരത്വം, ന്യൂനപക്ഷങ്ങൾ, മതേതരത്വം എല്ലാം ഭീഷണിയിലാണ്. ശ്രീരാമനെ കൊള്ളയടിച്ച പണം എങ്ങോട്ട് പോയി എന്നറിയാത്തവർ BJP വാങ്ങിക്കൂട്ടുന്ന MPമാരുടെ എണ്ണം നോക്കിയാൽ മതി. PM കെയർസ് ഫണ്ടിന്റെ കണക്ക് കൊന്നാലും തരില്ല എന്ന് മോഡിജി വാശി പിടിക്കുന്നതിന്റെ കാരണം ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടോ? എന്ത് വില കൊടുത്തും അദാനിയെ പോലെയുള്ളവരെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ കാരണവും ഇതിനു വേണ്ടി തന്നെയാണ്. MPമാരെ വിലയ്ക്ക് വാങ്ങി അധികാരം നിലനിർത്താനായിട്ട് പണം വേണം. MPമാർ ഇതുപോലെ കൂട്ടത്തോടെ പാർട്ടി മാറിയത് കൊണ്ട് മാത്രം അവർക്ക് കൂറുമാറ്റ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന വിദഗ്ധന്മാരുമുണ്ട് കേട്ടോ. അന്തിമ വിധി അറിയും വരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. പക്ഷേ ഒരു വലിയ ചോദ്യം, ഇതുപോലെ ജനങ്ങളുടെ വിശ്വാസത്തെ കോടികൾ കൊടുത്ത് വാങ്ങാൻ നമ്മൾ അനുവദിക്കണോ എന്നതാണ്. വിശ്വാസത്തോടെ നമ്മൾ വോട്ട് ചെയ്ത ജനപ്രതിനിധികൾ, നമ്മുടെ നേതാക്കൾ നമ്മളെ കോമാളികളാക്കി മറുകണ്ഠം ചാടുന്നത് നമ്മൾ അനുവദിക്കണോ എന്നതാണ്. ഇപ്പോൾ ഇത് നടക്കുന്നത് കേരളത്തിന് പുറത്തായിരിക്കും. പക്ഷെ ഇവിടെ ഇതൊക്കെ എത്താൻ വലിയ താമസമൊന്നുമില്ല എന്ന് കുറച്ചെങ്കിലും കേരള രാഷ്ട്രീയം ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ദയവായി ഇതിനെതിരെ പ്രതിഷേധിക്കുക, ഇതിനെക്കുറിച്ച് സംസാരിക്കുക, സോഷ്യൽ മീഡിയയിൽ എഴുതുക. പോരാടാൻ മുന്നോട്ട് വരുന്ന സംഘടനകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുക. തൽക്കാലം നിർത്തുന്നു. ബൈ ബൈ. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഭയാനകരമായ വിപത്താണ് ഉണ്ടാവുക. എല്ലാവരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യൻ മുന്നണി വിജയിച്ച് വന്നില്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ചിന്തിക്കുന്ന എന്താണെന്നോ എന്നെനിക്കറിയില്ല. കാരണം ദുബായിൽ ഒരു നല്ലൊരു മനുഷ്യൻ, 5 വക്ത് നിസ്കരിക്കുന്ന നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ UPയിലൊക്കെ BJPയുടെ ഭരണമാണല്ലോ, പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ BJPയുടെ ഭരണം നല്ല ഭരണമാണ്, അതിനുവേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് പോയി, വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ദുബായിൽ നിന്ന് പോയ ഒരു നല്ല മുസ്ലിമായ മനുഷ്യനെ ഞാൻ കണ്ടു. അവിടത്തൊക്കെ അവസ്ഥ അതാണ്. പേടിച്ചിട്ടാണോ എന്തോ എന്നറിയില്ല. ഏതായിരുന്നാലും ഇത് കാര്യഗൗരവമായി ജനശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. നിങ്ങളിത് ലൈക്ക് ചെയ്ത് ഒരുപാട് സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഇത് ഫലം ചെയ്യും. എല്ലാവരും നല്ലൊരു രാജ്യം നമുക്ക് നിലനിൽക്കട്ടെ, ജനാധിപത്യം നിലനിൽക്കട്ടെ, നമ്മുടെ ഭരണഘടന എന്നും ഇളകാതെ പതറാതെ ചിതറാതെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ജയിക്കട്ടെ, ഇന്ത്യ മരിക്കരുത്.